കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തു വരുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറേയധികം കണക്കുകൾ, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള കോഴിക്കോട് ഇത്തവണ എന്താണ് സംഭവിക്കാനായി പോകുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് 13 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്തട്ടിമറിയാണ് സംഭവിക്കാനായി പോകുന്നത്. കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കൊയിലാണ്ടി, നാദാപുരം, കുറ്റിയാടി, തിരുവമ്പാടി, കൊടുവള്ളി, കുന്നമംഗലം, പേരാമ്പ്ര, ബാലുശ്ശേരി, വടകര, ഏലത്തൂർ, ഇവിടെയൊക്കെ തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. ഇതിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സർവേ റിസൾട്ട് പുറത്തു വരുന്നത് നോക്കുമ്പോഴത്തേക്കും കോഴിക്കോട് മാറ്റങ്ങൾ അനിവാര്യമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ്, ഒരു അട്ടിമറി നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ കണക്കുകൾ നോക്കേണ്ടത് വളരെയധികം വ്യക്തമാണ്. അതായത് കഴിഞ്ഞ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFിൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം. ഭൂരിഭാഗം സ്ഥലങ്ങളിലും LDF തന്നെയായിരുന്നു. UDFന് വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് 11 സ്ഥലങ്ങളിൽ LDFും 2 സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു UDF. BJPക്ക് ഈ പറയുന്ന തോതിൽ സീറ്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2026 എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് തന്നെ നോക്കാം. ആദ്യം നമുക്ക് കോഴിക്കോട് സൗത്ത് നോക്കാം. കോഴിക്കോട് സൗത്തിൽ നിലവിൽ LDF ആണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് LDF UDF തമ്മിലുള്ള ഒരു പോരാട്ടം. അവിടെ BJP വോട്ടുകളും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJPക്ക് വോട്ട് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലും അവർക്ക് 25,000-30,000 അടുപ്പിച്ച് വോട്ടുകൾ അവിടെ ഉണ്ട് എന്നുള്ളതും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് വോട്ട് കൂടാൻ സാധ്യതയുണ്ട്. LDFന് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. UDFനും വോട്ട് കൂടാനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നത്. കോഴിക്കോട് സൗത്തിൽ അവിടെ വലിയ അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിലും LDFന് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷേ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോട്. ഇനി കോഴിക്കോട് നോർത്ത്, അവിടെയും നിലവിൽ LDF ആണ്. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെയും വോട്ട് വളരെയധികം നിർണായകമാണ്. അതായത് BJPക്ക് 30,000-ലധികം വോട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്നത്. അവിടെയും LDFന് വോട്ട് കുറയാനും UDFന് വോട്ട് കൂടാനും BJPക്കും വോട്ട് കൂടാനുമായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും ഒരു കട്ടിക്കട്ടി മത്സരമായിട്ട് മാറാനായിട്ടുള്ള ഒരു സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. എന്തും സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കോഴിക്കോട് നോർത്ത് മാറാം. ഇനി ഏലത്തൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ്. അവിടെയും ഈ പറയുന്ന തോതിൽ BJPക്ക് വോട്ട് ശതമാനം നല്ല രീതിക്കുണ്ട്. അതായത് ഏകദേശം 35,000 അടുപ്പിച്ച വോട്ടുകൾ BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ പോലും അവിടെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അവിടെ തീർച്ചയായിട്ടും LDF UDF BJP പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തട്ടിമറിയും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. എന്നാലും നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം നിലവിലും LDFന് കാണുന്നുണ്ട്. ബേപ്പൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. അവിടെ LDF തന്നെ വരാനാണ് സാധ്യത കൂടുതലും. കൊയിലാണ്ടിയിൽ നിലവിൽ LDF ആണ്. അവിടെയും LDF വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി നാദാപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു LDF UDF പോരാട്ടമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും LDFന് ഒരു മുൻതൂക്കം നൽകുന്നു. ഇനി കുറ്റിയാടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ. പക്ഷേ അത് UDFിലേക്ക് മറിയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു 50-50 ചാൻസ് ആയിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത്. ഇനി തിരുവമ്പാടിയിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ LDF ആണ് അവിടെ. അതും UDFിലേക്ക് മറിയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു 50-50 ചാൻസ് അവിടെയും നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. കൊടുവള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ UDF ആണ്. അത് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി കുന്നമംഗലത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. അവിടെ BJP വോട്ടുകൾ നിർണായകമാകും. അതായത് BJPക്ക് 30,000-ലധികം വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് കുന്നമംഗലം എന്ന് പറയുന്നത്. അവിടെ LDF UDF BJP ഒരു കടുത്ത മത്സരമായിട്ട് മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്ത് തരം
അട്ടിമറിയും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് കുന്ദമംഗലം മാറുന്നു. നേരിയ തോതിലുള്ള മുൻതൂക്കം LDFിന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയണം. ഇനി പേരാമ്പ്രയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്, അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇനി ബാലുശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറിയതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ നേരിയ തോതിലുള്ള മുൻതൂക്കം LDFിന് തന്നെയാണ്. വടകരയിലേക്ക് വരുമ്പോഴത്തേക്കും വടകര നിലവിൽ UDFിൻ്റെ കൈവശമാണ്. ആ സീറ്റ് നിയമസഭാ സീറ്റ് UDFിൻ്റെ കൈവശം തന്നെ നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും 13 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും LDFിന് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു വലിയ തകർച്ചയിലേക്ക് കോഴിക്കോട് LDF പോകുന്നില്ല എന്നുള്ളതും എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷേ സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. UDFിന് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു. BJP സംബന്ധിച്ച് പലയിടങ്ങളിലും ട്വിസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു. അതായത് വോട്ട് ശതമാനം BJPക്ക് നിലവിൽ 30,000-ലധികം വോട്ടുകളുള്ള സ്ഥലങ്ങളിൽ വീണ്ടും വോട്ട് വർദ്ധിക്കാനും അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനുമായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ സീറ്റ് കണക്ക് നോക്കുമ്പോഴത്തേക്കും സീറ്റ് കണക്കിൽ ഈ LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിന് 2021 ലഭിച്ചത് 11 സീറ്റുകളായിരുന്നു. എന്നാൽ അത് 2026 വരുമ്പോഴത്തേക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7-8 സീറ്റുകളായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനി UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2021 ലഭിച്ചത് 2 സീറ്റുകളായിരുന്നു. എന്നാൽ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് 4-5 ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ തന്നെ ടൈറ്റ് ഫൈറ്റായി. BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ സീറ്റുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചിലയിടങ്ങളിലൊക്കെ തന്നെ അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് വോട്ട് ശതമാനം നല്ല രീതിക്ക് ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 13 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ പലതിലും അട്ടിമറി പ്രതീക്ഷിക്കാം. ഈ പറയുന്ന തോതിൽ LDFിന് സീറ്റ് കുറയും, UDFിന് സീറ്റ് മുന്നേറ്റമുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും LDF പൂർണ്ണ തോതിൽ തകരുന്നില്ല കോഴിക്കോട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. BJPക്ക് വോട്ട് ശതമാനം ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവർക്ക് നല്ല രീതിയിലുള്ള വോട്ട് ഉള്ളയിടത്ത് തന്നെ അവർക്ക് നല്ലൊരു വോട്ട് ശതമാനം ഇനിയും ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. എന്താണ് ഒരു റിയാലിറ്റി എന്നുള്ളതും അതോടൊപ്പം തന്നെ ജനങ്ങൾ യഥാർത്ഥത്തിൽ വിധി എഴുതുന്നത് എന്താണ് എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാത്തിരുന്ന് കാണാം കോഴിക്കോട് എന്ത് തരം അട്ടിമറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ എന്ത് തരം അട്ടിമറികൾ ജനങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന പാർട്ടികൾക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതും അവർ എന്ത് തരത്തിൽ വിധി എഴുതുമെന്നുള്ളതും കാത്തിരുന്ന് കാണാം.